കേരളത്തിന്റെ നമ്പർ 1 FM യെസ് ക്ലബ് FM-ലെ ലവ് ഫൈറ്റ്സ് പ്രണയിക്കുന്നവരുടെ സ്വന്തം നേരം റീണുവിന്റെ കൂടെ. ഇവിടെ നമ്മൾ തട്ടത്തിൻ മറയത്തിൽ ചില ഡയലോഗ്സ് പറയലായിരുന്നു. അതിലവൻ ഓഡിറ്റോറിയത്തിൽ ചെന്നിട്ട് അവളുടെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുക ചെയ്യുന്നത്. അതായിരുന്നു ആ പേപ്പർ കഷ്ണത്തിലുണ്ടായിരുന്നത്. ആൻഡ് ഷീ കംസ് ആൻഡ് ഷീ ഈസ് ഗോയിങ് ടു ടോക്ക് ടു ഹിം. അവള് സംസാരിച്ച് കഴിയുമ്പോൾ എത്ര വലിയ ധൈര്യമുള്ള ആളും തിരികെ സംസാരിക്കാൻ ഒന്ന് വിഷമിക്കുമല്ലേ. വിനോദ്, എന്റെ പേരെങ്ങനെ അറിയാം? സൽമ പറഞ്ഞറിയാം. ആരാ സൽമ? മുസ്തഫയുടെ വൈഫ്, എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്റർ. ഓ, അവരുടെ കല്യാണത്തിനല്ലേ ഇയാൾ എന്നെ ഇടിച്ചിട്ടത്. സൽമ എല്ലാം പറഞ്ഞു. വെഡിങ് ആൽബത്തില് ആളെയും കാണിച്ചു തന്നു. ഐ എം സോറി എന്ന് മാത്രം എഴുതി വെച്ചിട്ട് പോയ ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചോ? എന്റെ ബർത്ത്ഡേ എങ്ങനെ അറിയാം? ഐ എം ഷുവർ ഐഷ പറയുന്ന ഒന്നുമല്ല അവനിപ്പോൾ കേൾക്കുന്നത്. ഹീസ് ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ഹർ. അവളുടെ ബ്യൂട്ടി ആസ്വദിച്ച് ആ പ്രണയത്തിൽ മുഴുകിയാവൻ നിൽക്കുന്നത്. അവൾ പറയുന്ന ഒന്നും മനസ്സിലാക്കാനായിട്ട് അവന് പറ്റത്തില്ല. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഐഷ, എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്. നമുക്കവിടെ നിന്ന് മാറാം. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സ് കൂടെ റീനു. ഇത് തട്ടത്തിൻ മറയത്തിൽ വിനോദ് ഐഷയുടെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗാ. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു, മറ്റൊരുത്തിന് ഇവള് വിട്ടുകൊടുക്കൂല. ഈ ഉമ്മച്ചിക്കുട്ടി ഇവളെന്റെയാണ്. കേരളത്തിലെ ഒരുപാട് ആമ്പിള്ളേരും കാണാതെ പഠിച്ച ഒരു ഡയലോഗായത്. ബിക്കോസ് അത് പറയുന്ന രീതി, ആ പറയുമ്പോഴത്തെ കോളേജ് വരാന്തയിലൂടെ, പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ നടക്കുന്ന ആ ഒരു സീൻ, ഇതൊന്നും മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ല. ഈ പറയുന്ന ഡയലോഗ് ആ മൂവി ഇറങ്ങിയപ്പോൾ മുതൽ ഇപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും എൻ്റെ തുടക്കം പറഞ്ഞ് തന്നാൽ ഒടുക്കം വരെ പറയാനായിട്ട് അറിയാം. ഇഷ്ടപ്പെടുന്ന ഇയാളുടെ കൂടെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഇങ്ങനെ ഒരുപാട് പ്രണയമുണ്ടാവും, നമ്മളും ഒരുപാട് സംസാരിക്കുന്നുണ്ടാവും. പക്ഷേ വിനീത് ശ്രീനിവാസിൻ്റെ അടുത്ത് തന്നെ പ്രണയം തോന്നിപ്പോകുന്നത് ഈ ഒരു ഡയലോഗ് കേട്ട് കഴിയുമ്പോഴാണ്. ദിസ് ഇസ് ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ് കൂടെ റീനു. വെൽക്കം ബാക്ക്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. ഇവിടെ നമ്മൾ തട്ടത്തിൻ മറയതിൽ ചില ഡയലോഗ്സ് കേൾക്കില്ലായിരുന്നു. അതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ വേറൊരു സീനുണ്ട്. ഇഷ്ടം വരാനായിട്ട് അവൻ ഐഷയുടെ അടുത്ത് ചെല്ലുന്ന ആ സീൻ. അതിലൊക്കെ ചാടി അവിടെ ചെന്ന് അവൻ ഇഷ്ടം പറയുന്നത്. അയ്യോ, അത് ശരിക്കും എന്താ പറയുക, ഒരു ടീനേജ് ലവ് സ്റ്റോറി പോലെയാ. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ ഇല്ലേ? ജസ്റ്റ് ലിസൺ ടു ദിസ്. വീട്ടിൽ ഇരിക്കാൻ നിൽക്കാനും പറ്റില്ല. ഇരിക്കുമ്പോ ഛർദ്ദിക്കാൻ തോന്നും, നിൽക്കുമ്പോ കൈയും കാര്യം മറിക്കും. സത്യം പറയാലോ, എന്റെ അത്ര ഭംഗിയുള്ളൊരു പെണ്ണിനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ അമ്മയാണ് സത്യം. ഓ, എന്നെ ഇങ്ങനെ നോക്കല ഐഷ, ഞാൻ മരിച്ചു. ഓ, ഭയങ്കര ആശ്വാസം തോന്നുന്നു. എന്താ പറയാ, ഈ 10-14 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരാളുടെ മുമ്പിൽ ചിക്കൻ ബിരിയാണി വെച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് എൻ്റെ അവസ്ഥ. വെള്ളമില്ലാതെ, ഊണുറക്കമില്ലാതെ ഒരു 100 വർഷം ഇനി ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും എനക്ക്. അങ്ങനെയൊന്നും പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നുന്നു. എന്റെ വീട്ടുകാരും എന്നെ തല്ലുന്നതിന് മുമ്പ് ഞാൻ പറയാം, I love you, Aisha. See, he said it. വിചാരിച്ചത്ര ബുദ്ധിമുട്ടില്ലാതെ അവൻ്റെ വായിൽ നിന്ന്, അവൻ്റെ മനസ്സിൽ നിന്ന് അത് വരുന്നത് ഐ ലവ് യു എന്ന്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് മെനി ഓഫ് us can say this അല്ലേ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേനും ടങ് ടൈഡായി, പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. നേരത്തെ ആ തട്ടുവിട്ട കാര്യം പറഞ്ഞ പോലെയാ. പിന്നെ പറയാൻ വന്ന കാര്യം മറക്കും, വേറെ ലോകത്തിലെ 100 കാര്യങ്ങൾ പറയും. ഈ ഒരു കാര്യം പറയാൻ പറ്റത്തില്ല. നമ്മൾ ആലോചിക്കും, നമ്മൾ വി വിൽ സ്റ്റാർട്ട് സ്വെറ്റിംഗ്, എല്ലാ ടെൻഷനും വരും. ബട്ട് ഹീ സെഡ് ഇറ്റ്. ദാറ്റ്സ് ഹൗ യു ഷുഡ് സേ ഇറ്റ്. പ്രണയത്തിലാണെങ്കിൽ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് യു ക്യാൻ സെൻഡ് യുവർ മെസ്സേജസ്. ദി നമ്പർ ഇസ് 567678. ഫോമാറ്റ് ക്ലബ് C സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.
മനോഹരമായ പ്രണയഗാനങ്ങൾ, അങ്ങനെ ഒരുപാട് മനോഹരമായ പ്രണയഗാനങ്ങളാണ് തട്ടത്തിൻ മറയത്തിലുണ്ടായിരുന്നത്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. തട്ടത്തിൻ മറയത്തിൽ നേരത്തെ നമ്മൾ വിനോദ് അവിടെ ചെന്ന് ഇഷ്ടം പറയുന്നത് കേട്ടില്ലേ? ശരിക്കും നമ്മളൊക്കെ ഇഷ്ടം പറയുമ്പോൾ പറയുന്ന ടെൻഷനുണ്ട്, ഡെഫിനറ്റ്ലി. പക്ഷെ അതിലും വലിയൊരു ടെൻഷനുണ്ട്, എന്തായാലും തിരിച്ചു പറയാൻ പോകുന്നതെന്ന്. ഇപ്പൊ ഇങ്ങോട്ടൊന്നും പറയണ്ട, നന്നായി ആലോചിച്ച് ഒരുപാട് സമയമെടുത്ത് ഇഷ്ടമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പേടിയാ, ഈശ്വര അവളെങ്ങാനും തിരിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞാലോ എന്ന്. സോ എനിക്കപ്പോൾ പറയുന്നത് ഭയങ്കര ഇഷ്ടമായി. അതിൽ ഇപ്പൊ ഒന്നും പറയണ്ട, ആലോചിച്ച് നന്നായി ആലോചിച്ചിട്ട് ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന്. ഇഷ്ടമില്ല എന്നുള്ള ഡയലോഗ് തിരിച്ചു വയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന്. ദാറ്റ് ഈസ് വണ്ടർഫുൾ, റൈറ്റ്? നമ്മുടെയൊക്കെ മനസ്സിലിതുണ്ടെങ്കിലും അങ്ങനെ തുറന്നു പറയാൻ നമുക്ക് പറ്റാറില്ല. ഇഷ്ടം പറയുമ്പോൾ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് തിരിച്ചും യെസ് അത് അപ്പം തന്നെ കേൾക്കണം എന്നൊക്കെയാണ്. പക്ഷേ ഹി ഈസ് റെഡി ടു വെയിറ്റ്. ബിക്കോസ് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു സംശയത്തെക്കാളും നല്ലത് എപ്പോഴും എനിക്കും ഇഷ്ടമെന്ന് കേൾക്കാനല്ലേ. പക്ഷെ ഇങ്ങനെ സമയം കൊടുക്കണമെന്ന് നമുക്ക് തോന്നാറില്ല അല്ലേ? ഇത് ക്ലബ് എഫ്എം ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.